വയനാട് മേപ്പാടി മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഇതുവരെ 19 മരണം സ്ഥിരീകരിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. 3 കുട്ടികളും ഉൾപ്പെടുന്നു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് ഭയപ്പെടുന്നത്. നിരവധി കുടുംബങ്ങളെ കാണാതായിട്ടുണ്ട്. സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മുണ്ടക്കൈയിൽ മാത്രം 100ഓളം കുടുംബങ്ങളെയാണ് ദുരന്തം ബാധിച്ചിരിക്കുന്നത്. കുടുങ്ങിയവരിൽ വിദേശികളും അകപ്പെട്ടതായി സംശയിക്കുന്നു. രക്ഷാദൌത്യത്തിനായി സൈന്യം എത്തിച്ചേരുമെന്നും അറിയിപ്പുണ്ട്. കണ്ണൂർ കണ്ടോൺമെന്റിൽ നിന്ന് കരസേനയുടെ 2 സംഘങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകൾ സുലൂരിൽ നിന്നും എത്തും. മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല ഭാഗങ്ങളിലാണ് ദുരന്തമുണ്ടായിരിക്കുന്നത്. മരിച്ചവരിൽ 3 കുട്ടികളും ഉൾപ്പെടുന്നു. ഹാരിസൺസിലെ 100 തോട്ടം തൊഴിലാളികളെ കാണാനില്ലെന്ന് കമ്പനി സിഇഒ അറിയിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയത്. ഇതേ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. മേപ്പാടിയും മുണ്ടക്കൈയും ചൂരൽമലയും ഉൾപ്പെടെ പ്രദേശത്ത് പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ട് കിടക്കുന്നു. ചൂരൽമല മുണ്ടക്കൈ റോഡ് ഒലിച്ചുപോയി. അർദ്ധരാത്രിയിലെ ഉരുൾപൊട്ടലിന് ശേഷം രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നിരവധി പേരെ കാണാനില്ലെന്ന വീട്ടുകാരുടെ സഹായ അഭ്യർത്ഥനകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. റവന്യൂ മന്ത്രി കെ രാജൻ, മന്ത്രി OR കേളു ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലേക്ക് തിരിച്ചു. NDRF സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതേസമയം ദുരന്തത്തിന്റെ കൃത്യമായ ചിത്രം ഇനിയും ലഭിച്ചിട്ടില്ലെന്നും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്ററുകളുടെ സഹായം തേടുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട 16 പേർ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാലം തകർന്നതോടെ അട്ടമലയിലേക്കും ചൂരൽമലയിലേക്കും ആളുകൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അട്ടമലയിലെയും ചൂരൽമലയിലെയും ആളുകളെ പുറത്തെത്തിക്കാനുള്ള നീക്കം തുടരുകയാണ്. ഉരുൾപൊട്ടലടക്കമുള്ള വയനാട് ജില്ലയിലെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് ദേശീയ ആരോഗ്യ ദൗത്യം കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം ലഭ്യമാവാൻ 9659398689 8086010833 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. മുമ്പ് പുത്തുമല ഉൾപ്പെടെ ദുരന്തമുണ്ടായിട്ടുള്ള സ്ഥലത്തിനടുത്താണ് മുണ്ടക്കൈ പ്രദേശം. ഇന്നലെ രാവിലെ മുതൽ ശക്തമായ മഴയായിരുന്നു ഇവിടെ. ഒറ്റപ്പെട്ട മേഖലകളിൽ നിന്ന് ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനിടെയും ചൂരൽമല ടൗണിൽ വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടാവുന്നു. രക്ഷാപ്രവർത്തകർ ഓടി രക്ഷപ്പെടുകയാണ്. പലയിടത്തു നിന്നും കിലോമീറ്ററുകളോളം സ്ഥലത്ത് വൻ നാശനഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിലാണ് മുണ്ടക്കൈ, ചൂരൽമല, പുത്തുമല പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, ട്രൂത്ത് ലൈവ്.